അമേരിക്കയിലാണ് ഗാനഗന്ധർവൻ യേശുദാസ് ഉള്ളത്. കുറേ കാലമായി കേരളത്തിലേക്ക് വന്നിട്ട്. ഇനി വരുമ്പോൾ ആ മോഹം നടക്കുമോ? ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും. ഗോപുരവാതിൽ തുറക്കും. ഞാൻ ഗോപകുമാരനെ കാണും. ദശകങ്ങളായി മലയാളികൾ കേൾക്കുന്ന ഈ വരികൾ യാഥാർത്ഥ്യമാകാൻ കാലം ഒരുങ്ങുകയാണോ? കടമ്പനാട് ക്ഷേത്രത്തിലെ ക്രിസ്ത്യൻ പുരോഹിതന്റെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പുറപ്പെടുവിച്ച ചരിത്രപരമായ വിധി ഗാനഗന്ധർവൻ KJ യേശുദാസിനെ പോലെയുള്ള പതിനായിരക്കണക്കിന് അഹിന്ദു ഭക്തർക്ക് ഗുരുവായൂർ ദർശനത്തിനുള്ള വഴി തുറക്കുന്നതാണ്. ഗുരുവായൂരപ്പന്റെ ഉത്തമ ഭക്തനാണ് യേശുദാസ്. ശബരിമലയിലും മൂകാംബികയിലും ഇഷ്ടദേവതകളെ നേരിൽ കണ്ട് പ്രാർത്ഥിക്കുന്ന യേശുദാസിന് ഗുരുവായൂരപ്പനെ ഇനിയും കാണാനായിട്ടില്ല. അതിന് തൊട്ടടുത്താണ് കാര്യങ്ങളിപ്പോൾ. മതസൗഹാർദ്ദത്തിന്റെ ഉത്തമ മാതൃകയായ യേശുദാസിന് ഗുരുവായൂരിലേക്ക് പ്രവേശനം കിട്ടാൻ ഇനി സംസ്ഥാന സർക്കാർ മാത്രം വിചാരിച്ചാൽ മതി. ഗുരുവായൂർ തന്ത്രി മുൻകൈയെടുത്താലും യേശുദാസിന് ഗുരുവായൂരിൽ കയറാം. തന്ത്രിയുടെ വാക്ക് അവസാന വാക്ക്. അടൂർ കടമ്പനാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഓർത്തഡോക്സ് സഭ ഭദ്രാസനാധിപൻ പ്രവേശിച്ചത് ആചാരലംഘനമല്ലെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. തന്ത്രിയുടെ അനുമതിയോടെ അതിഥി എന്ന നിലയിൽ ഒരാൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് നിയമവിരുദ്ധമല്ല. ക്ഷേത്രാചാരങ്ങളിൽ തന്ത്രിയാണ് അവസാന വാക്ക് എന്ന് കോടതി അടിവരയിട്ട് പറയുമ്പോൾ ഗുരുവായൂർ തന്ത്രിയുടെ നിലപാടും ഇതിൽ നിർണായകമാകും. തന്ത്രി അനുവദിച്ചാൽ ഏത് വിശ്വാസിക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാമെന്ന സാഹചര്യം ഇതോടെ തെളിയുകയാണ്. അഹിന്ദുക്കളുടെ ക്ഷേത്രപ്രവേശനം തടയുന്നത് 1965 നിയമമല്ല, മറിച്ച് അതിന് കീഴിലുള്ള ചട്ടങ്ങൾ മാത്രമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. നിയമവും ചട്ടവും തമ്മിൽ വൈരുദ്ധ്യമുണ്ടായാൽ നിയമമാണ് നിലനിൽക്കുക. ഈ സാഹചര്യത്തിൽ അഹിന്ദു പ്രവേശനം തടയുന്ന പഴയ ചട്ടങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കാൻ ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി. സർക്കാർ തന്ത്രിമാരുമായും ദേവസ്വം ബോർഡുമായും മതപണ്ഡിതരുമായും ആലോചിച്ച് ചട്ടത്തിൽ മാറ്റം വരുത്തിയാൽ യേശുദാസിന് ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ച് തന്റെ കണ്ണനെ നേരിട്ട് തൊഴാൻ സാധിക്കും. സാമൂഹിക ഐക്യത്തിന് പുതിയ മാനങ്ങൾ വ്യത്യസ്ത മതവിഭാഗങ്ങൾ തമ്മിലുള്ള പരസ്പര ബഹുമാനവും സഹവർത്തിത്വവുമാണ് പ്രധാനം എന്ന് കോടതി നിരീക്ഷിച്ചു. നിയമങ്ങൾ സാമൂഹിക ഐക്യത്തിനുള്ളതാകണം. സമൂഹം കൂടുതൽ ഉദാരമാകുമ്പോൾ ഭരണഘടനാ മൂല്യങ്ങൾ മുൻനിർത്തി പഴയ ആചാരങ്ങളിലും ചട്ടങ്ങളിലും മാറ്റം വരുമെന്ന കോടതിയുടെ ഈ നിരീക്ഷണം യേശുദാസിനെ പോലുള്ള ഭക്തർക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ദുരൂഹതകളില്ലാത്ത സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഭക്തിക്ക് ജാതിയുടെയോ മതത്തിൻ്റെയോ വേലികെട്ടുകൾ തടസ്സമാകരുതെന്ന സന്ദേശമാണ് ഈ വിധി നൽകുന്നത്.